നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഡ്രാഗൺ ചിക്കൻ ആണ്. നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തീരെ എല്ലില്ലാത്ത പീസാണ് എടുക്കേണ്ടത് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എല്ലില്ലാത്ത പോർഷൻസ് കുറച്ചുണ്ടാവും. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയാൽ മതി. നൈസായിട്ട് സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുക്കണം. ചിക്കൻ മുറിച്ചെടുക്കണം. അതിനുവേണ്ടി നൈസായിട്ട് കട്ട് ചെയ്യുക. ആദ്യം കട്ട് ചെയ്തിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ബോർഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കണം. കാരണം നനഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഫോം ചെയ്യും. പിന്നെ അത് വയറിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ചിക്കൻ ചെറിയ സ്ട്രിപ്പായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂണാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വിനാഗിരിയാണ്. ഇതും 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് ജിഞ്ചർ പേസ്റ്റാണ് 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇടരുത്, മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മൈദ 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് പത്തിരിപ്പൊടിയാണ്, വറുത്തിട്ടുള്ള പൊടി. പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയായാലും മതി. ഇതിപ്പോൾ പത്തിരിയുടെ പൊടിയാണ്, നന്നായിട്ട് വറുത്തിട്ടുള്ള പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് മതി, കാരണം അധികമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഉറപ്പ് വന്നു പോകും. പിന്നെ ഇതിനകത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. മൈദയും അരിപ്പൊടിയും കൂടെ ചേരുമ്പോൾ തന്നെ അതിന് ആ ഒരു ക്രിസ്പിനെസ് വന്നോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ചേർത്ത് കൊടുക്കണം. വെള്ളം മാത്രം ചേർത്താൽ മതി. മഞ്ഞ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കാറില്ല. ഇപ്പം ഞാൻ കേക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കാനായിട്ട്. ഈ മുട്ടയുടെ വെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയാണേ. വെള്ളമൊന്നും ചേർത്ത് കുഴക്കണ്ട, മുട്ടയുടെ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 മണിക്കൂർ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചു പോകും. എല്ലാം ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ വേവുകയില്ല. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് ഉറപ്പായി പോകും. ഇതിൻ്റെ ഉള്ളിലെ ചിക്കൻ്റെ ആ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇത് ചെറുതാക്കി കട്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ട് വെന്തോളും, കുഴപ്പമില്ല. നമുക്ക് ആ സൈഡൊന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് 2 സവാളയും 1 ക്യാപ്സിക്കവും കൂടി മുറിച്ചിട്ട് എടുക്കാം. നൈസായിട്ട് മുറിച്ചാൽ മതി. സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം, പക്ഷേ ഇതിലിപ്പോൾ 2 സവാള മതിയാകും. ആ സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് മുഴുവനും
ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഉള്ളൂ. ഇത് നമ്മൾ പിന്നെ ഒഴിച്ചിട്ടില്ല, ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. സവാള നടുക്കൂടെ മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് സവാള വഴറ്റേണ്ടത്, കാരണം അപ്പോഴൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റും വരും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ആവരുത്, കാരണം നമ്മൾ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സോസിലും ഉപ്പൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ അവസാനം പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഞാൻ വഴറ്റിട്ടെ. ഇപ്പോൾ ഞാനിത് 10 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, നന്നായിട്ടൊന്ന് വാടി ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ്. ഇതങ്ങ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കളർ ഒരുപാട് മാറണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് സോയാ സോസാണ്. സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് റെഡ് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിക്കാം. റെഡ് ചില്ലി സോസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ടൊമാറ്റോ സോസാണ്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. മല്ലിയില ഇടുന്നുണ്ട്, ഒന്ന് ഡ്രൈ ആവട്ടെ. ഇനി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെയധികം എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി മൊരിഞ്ഞു പോകരുത്. അപ്പം ചിക്കൻ കുറച്ചൊരു ഉറപ്പായിരിക്കും. എന്നാൽ അധികം അങ്ങോട്ട് മൊരിഞ്ഞു പോവാതെ എടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സും കിട്ടും, ഒരു ചിക്കൻ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, stay positive. Bye. എന്തിരേട്ട എന്റെ പിറകെ ഇങ്ങനെ വരണേ? ചാനലിലൊക്കെ പറഞ്ഞു ഏട്ടൻ എന്റെ പിറകെ വരാണെന്ന്. എന്തേട്ട ഇങ്ങനെ?